സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചേച്ചിയും കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇനി ആരുടെയെങ്കിലും പേര് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലെത്തുന്ന പട്ടിയുടെയും പൂച്ചയുടെയും മാത്രമേ ഇനി പേര് പറയാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരുടെ പേര് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു ചേച്ചി. അപ്പോൾ പേരൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പേരൊന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ പുലിവാലിനൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പേര് പറയാഞ്ഞത്. പക്ഷേ എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാലചന്ദ്ര മേനോനെതിരെയും മുകേഷിനും അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ജയസൂര്യ, ഇന്ന് വേണ്ട നമ്മളെ ഇടവേള ബാബു, അങ്ങനെ ഒരുപാട് പ്രഗത്ഭന്മാരെ എല്ലാവരെയും കൂട്ടില്, അതായത് എന്താ പറയേണ്ടത്, ഇങ്ങനെ തേച്ചൊട്ടിച്ച ഒരു വ്യക്തി തന്നെയാണ് ഈ സ്ത്രീ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹതാപം ഉണ്ടേനു. അയ്യോ പാവം, ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഇത്രമാത്രം അനുഭവിച്ചല്ലോ, എന്തൊരു കഷ്ടമാണ്. ആ ബാലചന്ദ്ര മേനോനും അതുപോലെ ആ മണിയമ്പിള്ള രാജുവൊക്കെ എന്തൊരു മനുഷ്യനാണോ, ഇങ്ങനെയാണോടോ ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതൊരു മുത്തിച്ചിപ്പി വായിക്കുന്നത് പോലെയായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന ഈ എന്ന ഒരു സംസാരങ്ങളില്ലേ, ശരിക്ക് സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അതായത് ഇവരെ മെയിൻ വാർത്താ മാധ്യമങ്ങളെല്ലാം ഒഴിവാക്കി. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഉടായ്പകളെല്ലാം പൊക്കി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ സിനിമാ താരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന മുകേഷായിട്ടും ബാലേന്ദ്ര മേനോനായിട്ടും അതുപോലെ മണിയമ്പിള്ള രാജുവായിട്ടും ഇവരെല്ലാവരുമായിട്ടും നല്ല ഒരു സൗഹൃദം ഈ സ്ത്രീക്കുണ്ട്. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് സിനിമാ സെറ്റിലെ ഒരു നിത്യ സന്ദർശകയായിരുന്നു യുവതി എന്നുള്ളതാണ്. എല്ലാ സെറ്റിലും ഇവരുണ്ടാകും. നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീയെ ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഏത് സിനിമയിലും കണ്ടിട്ടില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഇവർ ഈ നമ്മൾ ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയതിൽ പിന്നെ ചില സിനിമകളൊക്കെ അടിച്ച് നോക്കുമ്പോഴേ ഇങ്ങനെ മിന്നായം പോലൊരു സീനിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാതെ ഒരു മെയിനായിട്ടുള്ള ഒരു നടിയായിട്ടൊന്നുമല്ല ഇവർ സിനിമയിൽ കയറി പറ്റിയത്. ഇവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനെയും അതുപോലെ തന്നെ നിർമ്മാതാവിനെയും ക്യാമറാമാനെയും ഇങ്ങനെയുള്ള ഒരുപാട് പേരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഇതാണ് ഇവർക്ക് സിനിമാ ഫീൽഡിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ സിനിമാ താരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിലൊന്നും നമ്മൾ ഇത് പറയുന്നില്ല. പക്ഷേ എല്ലാം ഇവരുടെ സമ്മതത്തോടു കൂടിയാണ്. ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കതിൽ അന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒച്ച വെക്കാനോ ഒന്നിനും പോയിട്ടില്ല. പിന്നീട് മുകേഷുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജയസൂര്യ ആയാലും ഇവർക്ക് നല്ല രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴേ അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എന്നാൽ എൻ്റെ പേരിലും കിടക്കട്ടെ രണ്ടെണ്ണം എന്ന് കരുതിയിട്ട് ആദ്യം ഒരു 2-3 പേര് കൊണ്ട് വന്നതാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇവരെ പുറകെ വന്നപ്പോൾ ഇവർ വിചാരിച്ചു ഞാൻ തന്നെ നാളത്തെ സൂപ്പർ സ്റ്റാർ, അതായത് അമ്മ എന്നുള്ള സംഘടന പിരിച്ചു വിട്ടിട്ട് എനിക്ക് അമ്മയുടെ സെക്രട്ടറി ആകണം എന്നുള്ള തരത്തിൽ ഇവരങ്ങടങ്ങ് വിളമ്പാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരുടെ തനി നിറം പുറത്തു വന്നത്. കാരണം എന്താ വെച്ചാൽ അരുണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഓടി രക്ഷപ്പെടുക ചെയ്തത്. ഇപ്പോൾ അരുണിനെതിരെ കേസുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 2 ഉടായിപ്പാന്ന് അരുണ് പുറത്തു കൊണ്ടുവന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവരെ എവിടെയോ പോയിട്ടൊരു ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും ഈ ചേച്ചി ഒളിവിലാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-കാരിയെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കാഴ്ചവെച്ചു എന്നുള്ളതാണ് കേസ്. അതുമാത്രമല്ല 16-കാരി എന്ന് പറഞ്ഞാൽ ആരാ? ഇവരുടെ ബന്ധു തന്നെ. ആ ബന്ധുവായ കുട്ടിയോട് പറഞ്ഞത് നീ ഒന്ന് സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം, അതോടുകൂടി ഞാനും രക്ഷപ്പെടും എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൂട്ടിക്കൊടുപ്പ്, അതായത് സെക്സ് റാക്കറ്റിൻ്റെ ആൾ തന്നെയാണ്. യാതൊരുവിധ സംശയവുമില്ല. ഇവർ പല ആൾക്കാരെയും കൊണ്ടുപോയിട്ട് എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. ഗൾഫിൽ ഇവരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് പെൺകുട്ടികളെയൊക്കെ ഇവിടുന്ന് ഗൾഫിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കാഴ്ചവെച്ച് ഈ സ്ത്രീയും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കെതിരെ മനു എന്ന് പറയുന്ന വ്യക്തി, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം സീരിയൽ താരമാണ്, അതുപോലെ തന്നെ ബീന ആൻ്റണിയുടെ ഹസ്ബൻഡാണ്. മനു വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അയാൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്താ പറയുക, ബാലചന്ദ്ര മേനോനെയും അതുപോലെ അങ്ങനെയുള്ള നടന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സൂചിപ്പിക്കുന്ന തരത്തിൽ കുറച്ച് പൊക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും എനിക്ക് യാതൊരുവിധ അഭിപ്രായവുമില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ വളരെ മോശം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാലചന്ദ്ര മേനോനായിട്ടും മുകേഷായിട്ടും എല്ലാവരുമായിട്ടും ഈ സ്ത്രീക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ഇവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ തെറ്റിയപ്പോഴാണ് ഇതൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഈ നമ്മളെ മനു വിഷം പറയുന്നത് ബാലചന്ദ്ര മേനോനൊന്നും അത്തരക്കാരനല്ല, അയാൾ എന്തൊരു ടാർസനാണോ,
അതുപോലെ തന്നെ അയാളെന്താ മിന്നൽ മുരളിയാണോ ഈ 3 പേരെയൊക്കെ ഒരുമിച്ചെടുക്കാൻ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതല്ല, ഇതിനപ്പുറവും നടക്കും, നമ്മളൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തെ അണ്ടർവെയറിൻ്റെ കളർ വരെ പറയുന്നുണ്ട്. അപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത് സത്യമല്ല എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തിനധികം പറയും, നമ്മളെ ജാഫർ എടുക്കുകയും മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയ കഥകൾ വരെ കൃത്യമായിട്ട് വഴികൾ ആ പോസ്റ്റിൻ്റെ നിറം വരെ പറയുന്നുണ്ട്. അപ്പോഴും നമുക്കാർക്കും ഇത് പിന്നെ വിശ്വസിക്കാതിരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ നടന്നിട്ടുമുണ്ട്. ഇതിനൊക്കെ കാരണക്കാർ ഈ സിനിമാ താരങ്ങൾ തന്നെയാണ്. അതായത് അനാവശ്യമായിട്ട് യാതൊരു റോളുമില്ലാതെ 1-2 സിനിമയിൽ അഭിനയിച്ച ഈ സ്ത്രീ എന്തിനാണ് ഓരോ സെറ്റിലും വന്നിട്ട് 40 ദിവസവും 50 ദിവസമൊക്കെ പെറ്റ് കിടക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സ്ത്രീക്ക് എന്താ അവിടെ ആവശ്യം? ഈ സ്ത്രീയെ അവർക്കെല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് നിർമ്മാതാവിനെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ എന്ന് പറഞ്ഞിട്ടും സഹനിർമ്മാതാവ് എന്ന് പറഞ്ഞിട്ടും കുറേ എണ്ണം ഉണ്ടാവും. എല്ലാം പ്രവാസി കൂറകളുമായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇവന്മാരെയൊക്കെ പൈസ തട്ടിയെടുക്കണമെങ്കിൽ ഈ സ്ത്രീയുടെ ആവശ്യമുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇവർക്കും അവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയും ഇവരുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് രാത്രി പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോ ഷോട്ട്, നാളെ എടുക്കേണ്ട ഷോട്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നടക്കുന്നത് എന്തായിരിക്കും? നല്ല രീതിയിലുള്ള വെള്ളടിയും അത് തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ സിനിമയുടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബാലചന്ദ്ര മേനോനെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞോ? അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞോ? അദ്ദേഹത്തിന് മക്കളുണ്ട്, അവരാരെങ്കിലും വന്നിട്ട് പറഞ്ഞോ ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ സ്ത്രീയുടെ കയ്യിൽ എന്തോ ഒരു തെളിവുണ്ട്, എന്തോ ഒരു ഫോട്ടോയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പേടി തന്നെയാണ്. ആ പേടി കൊണ്ടാണ് എല്ലാവരും മാറി നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സ്ത്രീ പറയുന്നത് വളരെ കൂറയായ സംസാരം തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീയുടെ ഈ ഭാഷ എവിടുന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവർ മാത്രമേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തൂ എന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും കൊച്ചുങ്ങളുടെ കയ്യിലൊന്നും മൊബൈൽ കൊടുത്തേക്കരുത്. കാരണം എന്താ വെച്ചാൽ മാനം പോകും നമ്മളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അമ്മാതിരി കൂറയായ വർത്തമാനമാണ് ഈ സ്ത്രീ പറയുന്നത്. ഈ സ്ത്രീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ആർക്കും നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. ഇവരുടെ ഭർത്താവും മക്കളും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയായിരിക്കാം. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും പറയോ? അതായത് പണ്ട് കാലത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഓടിക്കളിച്ചിട്ട് ഇപ്പോഴും പറയുന്നത് അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്ന്. അങ്ങനെ മനു ഈ വീഡിയോ ഇട്ടതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ ഭാര്യ ബീന ആൻ്റണിയും അതുപോലെ തന്നെ സിദ്ദിഖും ഒരു കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സീനിനെതിരെ ഇവർ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് ഇവർ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഏകദേശം കണ്ടിട്ട് വരാം. ഏതായാലും ചെറിയ കോടി പോയിട്ടും പഠിച്ചില്ല, മനുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ സ്ത്രീയെ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും, അതായത് നമ്മുടെ ബീന ആൻ്റണി ഈ സിദ്ദിഖിൻ്റെ മകൻ മരിച്ച ദുഃഖത്തിൽ നിൽക്കുമ്പോൾ പോയി കെട്ടിപ്പിടിച്ചിനി. ആ കെട്ടിപ്പിടുത്തൊരു വിവാദവും കാര്യങ്ങളൊക്കെ ആയിനി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ അത്ര ഒരു ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളുടെ പല വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. ശങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം, നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി, പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻ്റർ ചെയ്യണം. മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം, അയ്യോ ഭയങ്കരമായ ഭാഷയാട്ടോ നമ്മളെ ചേച്ചിയുടെ. ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. ഇതൊക്കെ പറയാൻ ഇവന് എന്ത് യോഗ്യത? അയ്യോ, അത് മനുവിന് വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ ഭാര്യ പത്തരമാറ്റ് തങ്കം എന്ന് ഇത് കാണുമ്പോഴറിയാം. സ്വന്തം കണ്ണിലെ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കിടക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ്. നോ ചേട്ടൻ ആരെയാ പേടിക്കുന്നു? ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ? നാളെ ഇവൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് മുൻകൂർ ജാമ്യം. ഇവൻ്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ്. യോധ എന്ന് പറയുന്ന സിനിമയിലെ കലാപ്രകടനം ഇവിടെ പറയുന്നില്ല, വേണമെങ്കിൽ വീഡിയോ ഇടാം. ഇതാണ് ഈ ചേച്ചി മനുവിന് കൊടുത്ത ഒരു എന്താ പറയുന്നത് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നാളെ മനുവിൻ്റെ പേര് ചിലപ്പോഴും പറയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ ഭാര്യയുടെ ഈ എന്താ പറയുക യോധയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയും എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു താക്കീതാണ്. അതൊരു താക്കീത് തന്നെയാണ്. കാരണം നാളെ ചിലപ്പോഴും പറയും എന്താ മനു ഇന്ന പോലെ അതിലൂടെ വഴി പോയിരുന്നു, അപ്പോഴെന്നോട് ചിരിച്ചിരുന്നു, അപ്പോൾ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മനുവും പെട്ടു. അത്രയേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല.
അതുകൊണ്ട് എനിക്ക് മനുവിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാണ്ടിരിക്കും, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ആരും ഇവിടെ പുണ്യാളന്മാരൊന്നുമില്ല, എല്ലാവരും തെറ്റ് ഒരുപാട് നടന്മാർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കുറേ കഴിയുമ്പോഴെന്ന് പറയുന്നത് അവരുടെ എല്ലാ തനി ഗുണങ്ങളും പുറത്തു വരും എന്നുള്ളതാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബാലചന്ദ്ര മേനോനായാലും അയാൾ പുണ്യാളനാണ്, സിദ്ദിഖായാലും മുകേഷ് ആയാലും പുണ്യാളനാണ് എന്നൊന്നും നമുക്കറിയില്ല. ഈ കാരണം ഇവരാണ് കൂടെ പോയി ഇരുന്നിരിക്കുന്നത്, ഇവരാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, ഇവരാണ് റൂമിൽ പോയിരിക്കുന്നത്, എല്ലാം ഇവരാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അവർ വന്ന് പറയണം, എന്തേടോ എന്നെ പറ്റിയിട്ട് ഈ സ്ത്രീ പറഞ്ഞ് നടക്കുന്നത് കണ്ടോ. അതെല്ലാം നമ്മളെ അളിയനുണ്ടല്ലോ ആര്, നിവിൻ പോളി വന്ന് പറഞ്ഞതുപോലെ, അതായത് നിവിൻ പോളി കൃത്യമായിട്ട് വന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീ, ആ പരാതി ഉന്നയിച്ച സ്ത്രീ കണ്ടം വഴി ഓടി എന്നാണ് പറയുന്നത്. ഇപ്പോഴേ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ നിവിൻ പോളിൻ്റെ കാലിന് വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുകയെന്ന്. കാരണം എന്താ വെച്ചാൽ വലിയൊരു കേസാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം 25 ലക്ഷത്തോളമാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക. നിവിൻ പോളിക്ക് വേണമെങ്കിൽ കോടികൾ ആവശ്യപ്പെടാം, പക്ഷെ ഒരിക്കലും കോടികൾ ആവശ്യപ്പെടരുത്. എന്താ കാരണം എന്നറിയാം, 25 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതലേ ആ സ്ത്രീക്കുള്ളൂ. അതായത് വീടും പറമ്പും വിറ്റ് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊന്നും പോകാതെ, അല്ലാതെ ഒരു കോടിയൊന്നും കൊടുത്തിട്ട് അയ്യോ എനിക്ക് 1 കോടി കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു ഇരവാദമൊക്കെ വരുവായിരുന്നു. അതിനൊന്നും നിൽക്കരുത്. വീടും പറമ്പും വിറ്റിട്ടായാലും ആ പൈസ നേടിയെടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ പോയിരിക്കുന്നത്. അതുപോലെ ബാലചന്ദ്ര മേനോനും മുകേഷും ഇവരെല്ലാം പോട്ടെ, കാരണം തെറ്റാണ് ഈ സ്ത്രീ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, വെടി വിടുന്നതാണെങ്കിൽ ആ നിമിഷം ശരിക്കും പറഞ്ഞ് ഇവരൊക്കെ കേസിന് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിർത്തുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ചേച്ചിയുടെ ഒരുപാട് വീഡിയോസും അതുപോലെ വോയിസ് ക്ലിപ്പുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് ചാനലുകൾ എടുത്തിട്ട് നല്ല രീതിയിൽ അലക്കുന്നുമുണ്ട്. ഈ സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഒളിവിലുമാണ്. അതുകൊണ്ട് പിന്നെ എന്ത് പറയാനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നന്ദി, നമസ്കാരം.